ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് നീതു. ഒരു 2-2.5 വർഷമായിട്ട് PSC പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിലിംസ് ക്ലിയർ ആവും, മെയിൻസ് ഒരു കട്ട് ഓഫിൻ്റെ അടുത്തെത്തും, കയറുന്നില്ല. ആ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കമ്പനി ബോർഡ്, LGS, ബെവ്കോ, LDC, പിന്നെ ഇനി വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളൊരു 21 ഡേയ്സ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ASM കഴിഞ്ഞ് ഒരു 2-3 ഡേയ്സൊക്കെ കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ 13ാമത്തെ ദിവസമായിട്ടുണ്ട് കേട്ടോ. ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് ഇത്. തിങ്കളാഴ്ച എടുത്തതാണ്. ബുധനോ വ്യാഴമൊക്കെ ആയിട്ടാവും ചിലപ്പോൾ ഞാനിത് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. മിക്കവാറും ഒക്കെ ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ആ കണ്ടിന്യൂറ്റി ഒന്ന് ഞാൻ ബ്രേക്ക് ചെയ്യാറുണ്ട് കേട്ടോ. അത് ഞാൻ പഠിക്കണം, എക്സാം കഴിഞ്ഞിട്ട് ശരിക്കിരുന്ന് പഠിക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ കുറച്ച് ദിവസമൊക്കെ കറക്റ്റായിട്ടൊന്ന് പഠിക്കാണ്ട് ഇങ്ങനെ ഒന്ന് ഉഴപ്പി പോകാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം ASM കഴിഞ്ഞ് അങ്ങനെ തന്നെ ആ കണ്ടിന്യൂറ്റി പോകാണ്ടിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ ഒരു 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് എന്താ എനിക്ക് ഉപകാരം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പഠിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. കുറച്ച് മണിക്കൂറുകളെങ്കിലും എന്തായാലും എല്ലാ ദിവസവും ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഓണം വെക്കേഷൻ ഇപ്പോൾ എന്തായാലും നാട്ടിലേക്ക് പോവും. അപ്പോൾ എന്തായാലും ഒരു ചെറിയ ബ്രേക്ക് വരും. ഓണത്തിൻ്റെ ദിവസങ്ങളായാലും പിന്നെ നമ്മൾ കുറേ നാൾക്ക് ശേഷം നാട്ടിൽ പോകുമ്പോൾ എല്ലാ വീടുകളിലൊക്കെ ഒന്ന് പോകാണ്ടാവും, നമ്മുടെ റിലേറ്റീവ്സിനെ കാണാനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ടൊരു പഠനത്തിൻ്റെ ഫ്ലോ ഉണ്ടാവാറില്ല വെക്കേഷനുകളിൽ. അപ്പോൾ ഇപ്പോഴത്തെ ഈ 21 ദിവസത്തിൽ എൻ്റെ പെൻഡിങ് വരുന്ന ടോപ്പിക്കൊക്കെ ഞാനപ്പോൾ വെക്കേഷന് ഏകദേശം കവർ ചെയ്ത് ഇപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുള്ള സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് ഓണം വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ ബാക്കിയുള്ള ടോപ്പിക്കുകൾ വെച്ചിട്ട് മുന്നോട്ട് പോകാമെന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഒരുവിധവും മൈദിലുമോളും ദേവക്കുട്ടനൊക്കെ സ്കൂളിൽ പോയ ആ ഒരു പകലത്തെ സമയം തന്നെയാവും എടുക്കുന്നുണ്ടാവുക. പക്ഷേ ഇത് എഡിറ്റിങ്ങിൻ്റെ സമയത്തൊക്കെ പിള്ളേരുടെ ശബ്ദമൊക്കെ നന്നായിട്ട് കേൾക്കുന്നുണ്ടാവും കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് 10 ദിവസത്തെ പഠിച്ചു കഴിഞ്ഞ ആ ഒരു ടേബിൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഇട്ടിരുന്നു കേട്ടോ. ഇതിപ്പോൾ തിങ്കളാഴ്ചത്തെയാണ്. അപ്പോൾ ശനി ഞായറത്തും ഒക്കെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത്. പെൻഡിങ് ഉള്ളത് വേറെ പേജിൽ എഴുതി വെച്ചിട്ട് അത് ലാസ്റ്റ് പഠിക്കാനാണ് നോക്കുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും അത് എഴുതി വെച്ചിട്ടൊക്കെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ടോപ്പിക്കുകളൊട്ടും വിട്ടു പോകാണ്ടിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ അധികവും ഈ PSC സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും അധികം അറിവുണ്ടായിരിക്കില്ല. വളരെ വാസ്റ്റായിട്ടുള്ളൊരു സിലബസ് ആണല്ലോ. അപ്പോൾ അത് എങ്ങനെ എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും ആദ്യം പഠിച്ച് തുടങ്ങുന്നവർക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ തന്നെ എന്തായാലും കുറച്ച് സമയം പിടിക്കും. ഞാൻ ഈ PSCയുടെ ഫീൽഡിലേക്ക് വന്ന സമയത്ത് എനിക്കിങ്ങനെ തന്നെയായിരുന്നു, ഏത് ഭാഗത്തു നിന്ന് തുടങ്ങണം എന്നൊക്കെ. പക്ഷേ സിലബസ് വെച്ച് ഞാൻ ആദ്യമൊക്കെ ചെയ്തിരുന്നത് സിലബസ് വെച്ച് ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അത് കുറേയൊക്കെ തീരുന്നവരെയും അതേ ടോപ്പിക്ക് തന്നെ പഠിച്ചുകൊണ്ടിരിക്കും. പിന്നെ അടുത്ത ദിവസം വേറെ സബ്ജക്റ്റ്, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഒട്ടും അറിയാത്ത ആളുകൾ എനിക്ക് തോന്നുന്നു ആ ബേസ് ഒന്ന് സെറ്റാക്കാനായിട്ട് ആ ഒരു രീതി തന്നെയായിരിക്കും നല്ലത്. എല്ലാ ദിവസവും കുറേ സബ്ജക്റ്റുകൾ ഇരുന്ന് നോക്കണേക്കാട്ടിലും ആദ്യത്തെ ആ ഒരു ബേസ് സെറ്റാവണ വരെയും ഇങ്ങനെ ഓരോ ദിവസം ഓരോ സബ്ജക്റ്റൊക്കെ വെച്ച് പഠിക്കാൻ തന്നെയായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു 1-2 മാസമൊക്കെ ആകുമ്പോഴേക്കും കുറേയൊക്കെ കാര്യങ്ങൾ അറിവായിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം PYQs ഒക്കെ ചെയ്ത് ഹോട്ട് ടോപ്പിക്സൊക്കെ കണ്ടുപിടിച്ച് പിന്നീടുള്ള പഠനം ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ആദ്യം തന്നെ PYQs ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഭാഗങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആ രീതിയിലും പഠിക്കാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഈ PSC പഠിച്ചു തുടങ്ങിയപ്പോൾ ആദ്യമൊക്കെ ഓരോ ടോപ്പിക് വൈസ് അത്യാവശ്യം കവർ ചെയ്ത് അങ്ങനെയാണ് പോന്നിരുന്നത്. ഞാൻ ഇന്ന രീതിയിൽ പഠിക്കണം എന്ന് പറയാനല്ല ഉദ്ദേശിച്ചത്. ചില വീഡിയോസ് കാണുമ്പോൾ നമുക്ക് തോന്നും അവർ പഠിക്കണ ആ ഒരു മെത്തേഡ് ഓക്കെയാണ്, നമുക്കത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും എന്നൊക്കെ തോന്നുമല്ലോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് തന്നെ പല വീഡിയോസ് കണ്ടിട്ടോ അല്ലെങ്കിൽ ആ ഒരു രീതി ഫോളോ ചെയ്ത് നോക്കിയിട്ടോ അങ്ങനെ നമ്മൾ തന്നെ നമുക്കുള്ള ഒരു സ്റ്റഡി മെത്തേഡ് കണ്ടുപിടിച്ചിട്ട് അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്നത് തന്നെയായിരിക്കും എപ്പോഴും നല്ലത്. ഒരാൾ ചെയ്യണത് ചിലപ്പോൾ ഒരാൾക്ക് അത് സ്യൂട്ട് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ പല വീഡിയോസ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ പല മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലവർ പറയുന്നത് കേട്ടിട്ട് ഈ മലയാളം എഫർമേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ, അതിലത്തെ വീഡിയോസ് ഞാൻ PSC റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ അത്യാവശ്യം കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് എല്ലാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് പറയണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ PSC പഠിക്കുന്നവരെ സംബന്ധിച്ചൊരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എളുപ്പമില്ലെങ്കിൽ മനസ്സ് മടുക്കും, ചിലപ്പോൾ പഠനം ഒന്ന് കുറച്ച് നാൾ സ്റ്റക്കാവും. അതൊക്കെ പതിവ് കാര്യങ്ങളാണ്. പരമാവധി നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്താണ്ടിരിക്കാനായിട്ട് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അത്രമാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടിരുന്ന് പഠിക്കുക.
പിന്നെ ഇഷ്ടമല്ലാത്ത ചില ടോപ്പിക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക്. ഇപ്പോൾ എനിക്ക് എക്കണോമിക്സ് അങ്ങനെ ഒട്ടും താല്പര്യമുള്ള കൂട്ടത്തിലല്ല. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്കൊക്കെ നമുക്ക് ചില സാറുമാരുടെയോ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെയോ ഒക്കെ ക്ലാസ് കാണുമ്പോൾ നല്ലൊരു ഇഷ്ടം തോന്നുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു സൈലത്തിലത്തെയോ അല്ലെങ്കിൽ ഞാനിപ്പോൾ അധികവും ഫാൽക്കൺ PSC അതിലത്തെയൊക്കെ സാറിൻ്റെയൊക്കെ ഒരു ആ ടോപ്പിക്ക് യൂട്യൂബിൽ അടിച്ചു കൊടുത്തിട്ട് അതിലത്തെ ഒരു നല്ല ക്ലാസ് ആദ്യം തന്നെ കാണും. അതിനുശേഷം റാങ്ക് ഫയലിലത്തെ മുഴുവനായിട്ടൊന്ന് വായിക്കുള്ളൂ, പഠിച്ച് നോക്കില്ല. അപ്പോൾ അതിനുശേഷം പിറ്റേ ദിവസം ഒന്നും കൂടി അതിരുന്ന് വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു ടോപ്പിക്ക് കുറച്ചും കൂടി ഒന്ന് അറിയണ രീതിയിലാവുമല്ലോ. അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. പിന്നെ എങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാലും കുറച്ചധികം നാളായിട്ട് PSC നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും പഠിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ മനസ്സിലൂടെ ഒരു നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചില സമയത്തൊക്കെ എല്ലാ ദിവസവും എഫിഷ്യൻ്റ് ആയിട്ടിരുന്ന് ചിലപ്പോൾ പഠിക്കാൻ പറ്റില്ല. പിന്നെ പഠിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കുറേ നാളായിലിരിക്കണം, എന്നിട്ടും ജോലി ആവാത്തതിൻ്റെ കുറേ ഒരു പ്രശ്നങ്ങൾ അങ്ങനെ മനസ്സ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ തലയിൽ കയറില്ല. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുമ്പോൾ ഞാൻ എന്തെങ്കിലും വല്ല മോട്ടിവേഷൻ വീഡിയോ കാണും, പിന്നെ അല്ലെങ്കിൽ പാട്ട് കേൾക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ ചെയ്യാറ്. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും ചില ദിവസങ്ങളിൽ നല്ല പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ പറ്റാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ഇരുന്ന് പോകുന്നേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ആ ഒരു നമുക്ക് എന്തുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ എത്താനായിട്ട് പറ്റണില്ല എന്നുള്ള ആ ഒരു വീക്കായിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് മനസ്സിലാക്കി പഠിക്കുക. അതിലൂടെ മാത്രം തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. പിന്നെ എല്ലാ ദിവസവും PYQs ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. കാരണം എന്താണെങ്കിൽ നമ്മൾ PYQ ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് ആ ഒരു നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അതിലൂടെ തന്നെയാണ് പറ്റുള്ളൂ. പിന്നെ ആദ്യമൊക്കെ PYQ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് തുടക്കക്കാരെ സംബന്ധിച്ചാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമമൊക്കെ തോന്നും. കാരണം എന്താണെങ്കിൽ ഒട്ടും മാർക്ക് കിട്ടണില്ല എന്നുള്ളൊരു കാര്യമൊക്കെ. പിന്നെ നെഗറ്റീവ് കുറയ്ക്കാനും എന്തായാലും PYQ ചെയ്ത് നോക്കാൻ തന്നെ വേണം. പിന്നെ ഞാൻ ഈ ASMന് മുന്നായിട്ടാണ് കേട്ടോ ഈ മാരത്തോൺ ക്ലാസ്സുകൾ കണ്ടു തുടങ്ങിയത്. മുന്നേ LTCക്ക് വേണ്ടിയിട്ടൊന്നും അങ്ങനെ ഒറ്റ മാരത്തോൺ ക്ലാസ്സൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ ഈ സ്റ്റഡി പ്ലാനിൽ കുറച്ച് വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ മാരത്തോണിൻ്റെ. അത് എന്തായാലും കണ്ടു തീർക്കണം എന്നുള്ള രീതിയിൽ, കുറേ ഒന്നും എഴുതിയെടുത്തിട്ട് കാണുന്ന ഒരു രീതിയിലല്ല. പക്ഷേ ഇപ്പോൾ സൈലത്തിൻ്റെയൊക്കെ LDCക്ക് വേണ്ടിയിട്ടുള്ള മാരത്തോൺ, അതുപോലെ തന്നെ ഫാൽക്കൺ PSCയുടെ കുറച്ച് മാരത്തോൺ ക്ലാസ്സുകൾ അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് കണ്ടു തീർക്കാനായിട്ട്. നമുക്ക് മൊത്തത്തിലുള്ള ഒരു ഓവറോൾ ആ ഒരു സിലബസിലത്തെ കുറേ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ മാരത്തോൺ ക്ലാസ്സും യൂസ്ഫുള്ളായിട്ട് എനിക്കിപ്പോൾ ഈ ASMന് മുന്നേ പ്രിപ്പറേഷൻ്റെ ആ ഒരു സമയത്ത് കണ്ടപ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ എന്തെങ്കിലും യൂസ്ഫുൾ കണ്ടൻറ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എല്ലാവരും നന്നായിരുന്നു പഠിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.